ക്രോസ് വിസ്താരത്തിന് മുമ്പ് കമ്മീഷന് താങ്കളോട് ചിലതൊക്കെ നേരിട്ട് ചോദിക്കാനുണ്ട്. 1993 ഫെബ്രുവരി 11 ജില്ലയിലെ പൂവന്തുറയിൽ 56 പേരുടെ മരണത്തിനും ഒട്ടേറെ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ വർഗീയ കലാപം നടക്കുമ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് വകുപ്പ് മേധാവിയായിരുന്നില്ലേ? സർ, ഇപ്പോഴും അതെ. കമ്മീഷൻ മുമ്പാകെ വിസ്താരത്തിന് ഹാജരാകാൻ 3 തവണ സമൻ ചെയ്തിട്ടും അതനുസരിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചില്ല. സർ, സുഖമില്ലാതെ അവധിയിലായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഒരേ സമയം 4 പാസ്പോർട്ടുകൾ കൈവശം വെച്ചതിന് നിങ്ങളുടെ പേരിൽ ഒരു CBI കേസ് നിലവിലുണ്ട് അല്ലേ? സർ, അത് 4 വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് 3 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല അല്ലേ? വേണ്ട സാർ, സമക്ഷത്തൊന്നും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ. കലാപം സംബന്ധിച്ച് ഇന്റലിജൻസിന് കിട്ടിയ മുന്നറിയിപ്പുകളുടെ മുഴുവൻ ഒറിജിനൽ രേഖകളും സീല് വെച്ച കവറിൽ കമ്മീഷന് കൈമാറണമെന്ന് ഈ ഓഫീസ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ലേ? അത് ഇതുവരെ അനുസരിക്കാതിരുന്നത് കമ്മീഷനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സർ, ഉത്തരവാദിത്വമുള്ള ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ. രേഖകൾ ഹാജരാക്കാൻ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണ്ടി വരും. ഇപ്പോ പറഞ്ഞതിലെ ഈ നിഷേധമുണ്ടല്ലോ, ഇതിന്റെ പേരിൽ നിങ്ങളെ ജാമ്യമില്ല വാറണ്ടിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കാനും നിങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത് രേഖകൾ പിടിച്ചെടുക്കാനും ഈ കമ്മീഷന് നിയമപരമായ അധികാരമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലുമില്ലേ ഈ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് മേധാവിക്ക്? PSC ചോദ്യപേപ്പറുകൾ ചോർത്തിയതിന്, അനധികൃതമായി നിരവധി ഭൂമി ഇടപാടുകൾ നടത്തിയതിന്, പിന്നെ ഈ അടുത്തയിട ഒരു മേലധികാരിയെ കുറിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ട് ചോർത്തിയതിന്, സാദിരിക്കോയ വധക്കേസിൽ കൈക്കൂലി കൈപ്പറ്റിയതിന്, ഇതിന്റെയൊക്കെ പേര് നിങ്ങൾക്കെതിരെ കേസുകൾ നിലവിലില്ലേ? സർ, കമ്മീഷന്റെ അന്വേഷണ പരിധിപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ കമ്മീഷന്റെ അന്വേഷണ പരിധി എന്താണെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കണമെന്നില്ല. മിസ്റ്റർ രാജൻ ഫെലിക്സ്, കമ്മീഷന് രേഖാമൂലം എഴുതി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതും നേരിട്ട് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ പലതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായി എന്നിരിക്കും. കാരണം അഴിമതിയുടെ കറപുരണ്ട കൈകളുള്ള കള്ളനും കൊള്ളിവയ്പ്പുകാരനും കൊലപാതകിക്കും വരെ കൂട്ടുനിൽക്കുന്ന ഒരൊറ്റ പോലീസ് ഓഫീസർ പോലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഈ കമ്മീഷന് നിർബന്ധമുണ്ട്. കമ്മീഷൻ അമ്മയുടെ ചങ്ക് എന്റെ എണ്ണാക്കി അളക്കാണ്ടല്ലോ, അവന്റെ പരിപ്പിയെടുക്കും ആരായാലും ശരി. ചിരിക്കാതെ എന്റെ മോഹൻജി. അറിയാലോ, ഇതുപോലുള്ള ഘട്ടങ്ങളിലൊക്കെ മോഹൻ ചിരിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ കാര്യങ്ങളൊക്കെ ഇത്തിരി കുഴപ്പത്തിലാണെന്ന് ഡൽഹിയിൽ നിന്ന് ഞാൻ അറിഞ്ഞതാ, കോൺഫിഡൻഷ്യലായിട്ട്. അവിടെയുമുണ്ട് നമുക്കെതിരായ ചില മൂവുകൾ. അതെങ്ങനെയാ? രാജ്യം മുഴുവൻ നമ്മുടെ ശത്രുക്കളല്ലേ? എന്റെ ശത്രുക്കള്, ഇദ്ദേഹത്തിന്റെ ശത്രുക്കള്, പിന്നെ മോഹൻജിയുടെയും. എന്നിട്ട് എല്ലാം കൂടെ ഒടുക്കം വന്ന് കേറുന്നതോ എന്റെ പുറത്തോട്ടും. ദേ, നിങ്ങൾ എന്താളും എന്നെ പറഞ്ഞ് ഇളക്കിയത്. അയ്യരെ വെച്ച് താഴോട്ടിട്ടിട്ട് കണ്ടവന്റെ കുതികളോട് വെട്ടും കൊടുത്തിട്ട് DGP കസരക്കറി മലം അങ്ങോട്ട് ഇരുന്നോളെ. എല്ലാവരുടെയും കൂടെ നന്മയെ കരുതിയിട്ടല്ലേ ഞാനങ്ങനെ. അധികം ഒന്നും വിസ്തരിക്കണോ? നിർത്ത്. സ്റ്റേറ്റ് പോലീസിലെ കിരീടം വെക്കാത്ത 2 രാജാക്കന്മാര് കല്ല് മനസ്സിൽ കളഞ്ഞു പോയ കുഞ്ഞുങ്ങളെപ്പോലെടുത്ത് മോങ്ങന കണ്ടില്ലേ? മതി മതി. മഹേന്ദ്രൻ കമ്മീഷൻ അടുത്തയാഴ്ച റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലേ? അതെ. ശരി, നമ്മൾ അയാളെ ഇന്ന് തന്നെ പോയി കാണുന്നു. ആരെ? കമ്മീഷനെ? അതെ. എന്നിട്ട് ഹിസ് ഓണറബിൾ ജസ്റ്റിസ് മഹേന്ദ്രന്റെ വിലയേറിയ തീരുമാനത്തിന് വിടുന്നു, വിട്ടുകൊടുക്കുന്നു.